ഹായ് ഓൾ. അപ്പോൾ നമ്മൾ മോഡ്യൂൾ 5 ആൻഡ് 6 ആണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. 5 ആൻഡ് 6 എന്ന് പറഞ്ഞാൽ 6ലെ ഒരു ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. അത് രണ്ടും കവർ ചെയ്യുന്നത് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിനകത്ത് നിങ്ങളിത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ ഈ അവസാനം പറയുന്ന വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഒഴിച്ച് ബാക്കി എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഞാൻ നോർമലി വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ നമ്മൾ 4th മോഡ്യൂളിൽ ഓസിലേറ്റർ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനത് പറയാം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇടാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നതിനകത്ത് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ബാക്കിയുള്ള ടോപ്പിക്കുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് 5th മോഡ്യൂളിൽ നിന്ന്. അപ്പോൾ 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ടോപ്പിക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. വാട്ട് ഈസ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ? ഈ കാണുന്നതാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്ന സംഭവം. 1 second. ഓക്കെ, സോ ദിസ് ഇസ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനകത്ത് ആദ്യത്തെ സർക്യൂട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ സർക്യൂട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 3 സെയിം തന്നെയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് 3 പ്രാവശ്യമായിട്ട് 3 കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. 2 ട്രാൻസിസ്റ്റർ ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു പ്രത്യേകതകൾ കൂടെ ഉണ്ട്. അതിൻ്റെ എമിറ്റർ ഷോർട്ടഡ് ആണ്. അതിൻ്റെ എമിറ്റർ കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ട് വി ആർ ഗിവിങ് എ RE റെസിസ്റ്റൻസ്. അപ്പോൾ അവിടെ ഒരു കോമൺ ജംഗ്ഷൻ നമുക്കുണ്ട്. എന്നിട്ട് നമ്മൾ 2 വോൾട്ടേജ് VCCയും VEE 2 വോൾട്ടേജ് കൊടുക്കുന്നു. ആദ്യത്തെ ട്രാൻസിസ്റ്ററിന് RC1 എന്ന് പറഞ്ഞ കളക്ടർ റെസിസ്റ്റൻസും രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന് RC2 എന്ന് പറഞ്ഞ കളക്ടർ റെസിസ്റ്റൻസും വഴി നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു. ആൻഡ് ഔട്ട്പുട്ട് ഇസ് ടേക്കൺ ബിറ്റ്വീൻ ദീസ് 2 കളക്ടർ ടെർമിനൽസ്. 2 കളക്ടർ ടെർമിനൽസിൻ്റെ അതിന് അക്രോസ് ആണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ബേസിക് വർക്കിംഗ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഒരു ഈ ഒരു ഡയഗ്രാം നോക്കാം. അതായത് നമ്മൾ V1 ഒരു ഇൻപുട്ട് കൊടുത്ത് V2 നമ്മൾ ഒരു ഇൻപുട്ടും കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? സോ ഈ ഒരു സൈഡ് നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, 1 second. ഈ ഒരു സൈഡ്, ഓക്കെ, ഈ ഒരു സൈഡ് നമ്മൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ നോർമൽ ആംപ്ലിഫയർ കോൺഫിഗറേഷൻ. സോ എനി വോൾട്ടേജ് ഗിവൺ അറ്റ് ദ V1 terminal, if the amplifier is in active region, the BJT, the transistor will get the input amplified. So എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ the output will be VO1 will be equal to VCC minus ICRC. ഈ ICRC എന്ന് പറയുന്നത് ഇവിടുത്തെ R1 എന്നാണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ RC1 എന്ന് പറഞ്ഞ സാധനം IC1 RC1 എന്ന് വരും. വാട്ട് ഈസ് IC1? IC will be equal to beta into IB. What is IB? IB is the current at the base of first transistor. So what happens? നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ VCC മൈനസ് ICRC എന്നുള്ളൊരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അതായത് ഒരു VCCയിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് സബ്ട്രാക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ആയിട്ട്, അതായത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൽ. ഇപ്പോൾ അത് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇൻപുട്ട് കൊടുക്കുന്ന ഇങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് നേരെ തലതിരിഞ്ഞിട്ടാണ് വരുന്നത്, അതായത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൽ. അതിന് കാരണം ഇതാണ്. സോ അതാണ് ഇത്രയും ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയാണ് നമ്മുടെ ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കിടക്കുന്നത്. സോ എനി ഇൻപുട്ട് ഹിയർ വിൽ പ്രൊഡ്യൂസ് എ കളക്ടർ കറണ്ട് ഹിയർ ആസ് വെൽ ആസ് ആൻ എമിറ്റർ കറണ്ട് ഹിയർ. അപ്പോൾ ഇവിടെ ഒരു എമിറ്റർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ എമിറ്റർ ഇയാൾക്കും കൂടെ കോമൺ ആണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? ദ ട്രാൻസിസ്റ്റർ വിൽ തിങ്ക് ദാറ്റ് ഇറ്റ്സ് ഓൺ എമിറ്റർ കറണ്ട്. അപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും, ഇത് ഇയാളുടെ സ്വന്തം എമിറ്റർ കറണ്ടാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ ഒരു എമിറ്റർ കറണ്ട് ഉണ്ടെങ്കിൽ അതിന് പ്രൊപ്പോർഷനായിട്ട് ഇവിടെ ഒരു കളക്ടർ കറണ്ട് ഉണ്ടാവും. പക്ഷേ ഇത് ഓപ്പോസിറ്റായിട്ട് ഉള്ള ഡയറക്ഷനിലുള്ള കറണ്ടായിരിക്കും നമുക്കവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ വാട്ട് വിൽ ഹാപ്പൻ ഇസ്, ഇതാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് അക്രോസ് നമ്മൾ വോൾട്ടേജ് എടുക്കുമ്പോൾ, നമുക്ക് ഇങ്ങനൊരു വോൾട്ടേജും നേരെ തിരിച്ചെടുക്കുമ്പോൾ ഇങ്ങനൊരു വോൾട്ടേജും കിട്ടുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ ഒരു ഇൻപുട്ട് മാത്രം കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മിറർ റെപ്ലിക്ക ഇവിടെ നമുക്ക് ഉണ്ടാവുന്നു എന്നും പറഞ്ഞത്. അപ്പോൾ നമ്മൾ രണ്ടിടത്തും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട്, അപ്പോൾ നമ്മൾ രണ്ടിടത്തും ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ Vin-ലും Vin1ലും Vin2ലും നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ ഡിഫറൻസ് ഓഫ് ദീസ് 2 സിഗ്നൽസ് വിച്ച് വിൽ ബി ആംപ്ലിഫൈഡ് ഓൾസോ. അതായിരിക്കും നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടാൻ പോകുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ആൻഡ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദിസ് ഇസ് ദ
ഇൻപുട്ട് സ്റ്റേജ് ഓഫ് ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് ആക്ച്വലി 4 സ്റ്റേജസ് ഉണ്ട്. നിങ്ങൾ ആ ബ്ലോക്ക് ഡയഗ്രം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഇൻപുട്ട് സ്റ്റേജ്, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ്, ലെവൽ ഷിഫ്റ്റർ സ്റ്റേജ്, ഔട്ട്പുട്ട് സ്റ്റേജ്, അങ്ങനെ 4 സ്റ്റേജസ് ഉണ്ടായിരിക്കും. അതിൽ ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ പെയർ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Vin1ഉം Vin2ഉം തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എമിറ്റർ കോമൺ ആണ് എന്നുള്ളതല്ലാണ്ട് ഇവർ തമ്മിൽ നേരിട്ട് ഒരു റെസിസ്റ്റൻസ് പാത്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സിഗ്നൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിനെ ക്രോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇൻ്റർഫറൻസ് ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി വേറൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോയ്സ് റിജക്ഷൻ ഭയങ്കരമായിരിക്കും. അതായത് നോയ്സ് ഉണ്ട് വിചാരിക്കും ഒരു സിസ്റ്റത്തിൽ. അങ്ങനെയാണെങ്കിൽ ആ നോയ്സ് Vn1ലും Vn2ലും ഒരേപോലെ ആക്ട് ചെയ്യും. ഓക്കെ, സോ ഔട്ട്പുട്ടിൽ എന്ത് സംഭവിക്കും? ദ ബോത്ത് വിൽ ഗെറ്റ് സബ്ട്രാക്റ്റഡ്. അപ്പോൾ രണ്ടിലുമുള്ള കോമൺ ഫാക്ടർ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും സബ്ട്രാക്റ്റ് ആയി പോകും. അതായത് സപ്പോസ് ഒരു നോയ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. നോയ്സ് ഉണ്ടെങ്കിൽ V1 പ്ലസ് ആ നോയ്സും ഉണ്ടാവും ഫസ്റ്റ് സിഗ്നലിൽ, രണ്ടാമത്തേൽ V2 പ്ലസ് ആ നോയ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിലേക്ക് നമ്മളത് ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് മൈനസ് സെക്കൻഡ് വരുമ്പോൾ V1 പ്ലസ് N മൈനസ് V2 പ്ലസ് എന്ന് വരും. അതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ V2 മൈനസ് എന്ന് വരും. സോ ദീസ് ടു നോയ്സസ് വിൽ ഗെറ്റ് ക്യാൻസൽ ആൻഡ് വി വിൽ ഗെറ്റ് V1 മൈനസ് V2. അതായത് സിഗ്നൽ പാർട്ട് മാത്രം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് യൂസിങ് ആസ് എ ഇൻപുട്ട് സ്റ്റേജ് ഫോർ ഓപ്പറേഷണൽ ആംപ്ലിഫയർ. അപ്പോൾ അത്രയാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ലിസ്റ്റ് ഔട്ട് ദ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓപ്പാമ്പ്. അപ്പോൾ ഓപ്പാമ്പ് ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഓപ്പാമ്പിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഞാൻ പറയാം. അതായത് ഓപ്പാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ്. ഇറ്റ്സ് ബേസിക്കലി എ വെരി സൊഫിസ്റ്റിക്കേറ്റഡ് ആംപ്ലിഫയർ. ഇറ്റ് ഹാസ് 2 terminals പ്ലസ് ആൻഡ് മൈനസ് വിച്ച് ഇസ് നോൺ ആസ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ആൻഡ് ഇൻവേർട്ടിംഗ് ടെർമിനൽ. നമുക്കതിനെ VA VB എന്നോ VNI VI എന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. വി ഹാവ് ടു ഗീവ് 2 external voltages which is represented by plus V and minus V, and the circuit will act according to these 2 voltages. കാരണം നമ്മൾ ഇൻഫിനിറ്റ് ഗെയിൻ, ഇൻഫിനിറ്റ് ഔട്ട്പുട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് വാട്ട് ഈസ് ദിസ് ഇൻഫിനിറ്റി? നമ്മൾ മാത്തമാറ്റിക്കലി ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റാത്തൊരു വലിയ നമ്പറാണ്. ബട്ട് അക്കോർഡിംഗ് ടു ദി സർക്യൂട്ട് കൺസെപ്റ്റ് ഇൻഫിനിറ്റി മീൻസ് ബിയോണ്ട് ദ മാക്സിമം ലിമിറ്റ് എന്നുള്ളതാണ് ഇൻഫിനിറ്റിയുടെ മീനിങ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ പ്ലസ് V മൈനസ് V അനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് സെറ്റ് ചെയ്യുന്നത്. സോ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഈ ഒരു സർക്യൂട്ടിന് ഈ പറഞ്ഞ വോൾട്ടേജിൽ അക്വയർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നുള്ളതാണ്. ആൻഡ് ദർ ഇസ് വൺ ഔട്ട്പുട്ട് VO. ഓക്കെ, സോ ദിസ് ഇസ് ദ ബേസിക് ഔട്ടർ കൺസെപ്റ്റ്സ്. ഇനി ഈ 2 ടെർമിനലും തമ്മിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. നോർമലി ദർ ഇസ് നോ കോണ്ടാക്ട് ബിറ്റ്വീൻ ദീസ് ടു. അതായത് ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് ഇവിടെ. പക്ഷേ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ദർ ഇസ് വെരി ഹൈ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു വിച്ച് ഇസ് വെരി ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് ആംപ്ലിഫയർ. സോ ഇവിടെ ആക്ച്വലി 0 ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്, പക്ഷേ പ്രാക്ടിക്കലി ദർ ഇസ് എ സ്മോൾ റെസിസ്റ്റൻസ് അറ്റ് ദ ഔട്ട്പുട്ട് ഓൾസോ. സോ ഇറ്റ് ഇസ് RO. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ഓപ്പാമ്പിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിക്കോട്ടെ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആദ്യം പറഞ്ഞിട്ടുള്ളത് രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് ആയിരിക്കും. ഞാനത് പറയാൻ അവിടെ വിട്ടുപോയി. ഔട്ട്പുട്ട് വിൽ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ VA ആൻഡ് VB ആൻഡ് ഇറ്റ് വിൽ ബി മൾട്ടിപ്ലൈഡ് വിത്ത് എ ഗെയിൻ. ആ ആംപ്ലിഫയറിനൊരു ഗെയിൻ ഉണ്ടായിരിക്കും, ആ ഗെയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എക്സ്റ്റേണലായിട്ട് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യണം. ഈ ആംപ്ലിഫയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പാമ്പ് DC AC അങ്ങനത്തെ ഒരു വേർതിരിവൊന്നുമില്ല. ഇറ്റ് വിൽ ആംപ്ലിഫൈ all kinds of signals. Any kind of signals will be amplified. And why the name operational amplifier? It can be used to perform any mathematical operation. Okay, all the mathematical operations like addition, subtraction, multiplication. What is multiplication in circuit terms? In circuit terms, multiplication is ആംപ്ലിഫിക്കേഷൻ. ഓക്കെ, അറ്റനുവേഷൻ എന്ന് പറയുന്നത് ഡിവിഷൻ ആണ്. ആൻഡ് ഫ്രീക്വൻസി ഡിവിഷൻ ഓൾസോ ഇസ് കൺസിഡർ ടു ബി അനദർ കൈൻഡ് ഓഫ് ഡിവിഷൻ ഇൻ സർക്യൂട്ട്സ്. പിന്നെ വരുന്നത് ലോഗരിതം കാണാം, നമുക്ക് ആൻറ്റി ലോഗ് കാണാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വി ക്യാൻ കൺവേർട്ട് വോൾട്ടേജ് ടു കറണ്ട് ആൻഡ് കറണ്ട് ടു വോൾട്ടേജ്. അങ്ങനെ കുറേ സർക്യൂട്ടുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഡു സോ മെനി ഓപ്പറേഷൻസ് യൂസിങ് ഓപ്പാമ്പ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ഇനി ഇൻപുട്ട് കറൻറ്റ്സ് ആർ ഓൾമോസ്റ്റ് 0 ബിക്കോസ് ഇൻപുട്ട് impedance is very high or infinity, so no current will be entered into the circuit. Okay, സർക്യൂട്ടിനകത്തേക്ക് കറണ്ടിന് എൻട്രി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് വിൽ റെസ്പോണ്ട് ടു
ഓൺലി ദ വോൾട്ടേജ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ടു ടെർമിനൽസ്. മനസ്സിലായല്ലോ? ഇവിടെ കറണ്ട് ഇൻപുട്ട് ചെയ്യുന്നില്ല, പകരം രണ്ട് ടെർമിനലിലും വരുന്ന വോൾട്ടേജിൻ്റെ ഡിഫറൻസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആൻഡ് ദീസ് ആർ ദി ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇംപിഡൻസ്. ദാറ്റ് മീൻസ് ദീസ് ടു ഇൻപുട്ട് ടെർമിനൽസ് ആർ നോട്ട് കണക്റ്റഡ് in any through any resistive path, so it will have infinite input impedance, but practically there will be a very high resistance. We will discuss it later. Zero output resistance. We can draw all the signal at the output. There will not be any losses. So output impedance is 0. Next is zero common mode gain or infinite common mode rejection. This means if you are giving same signal at the input, at both the inputs we are giving the same signal. രണ്ട് ഇൻപുട്ടും കൂടെ ഷോർട്ട് ചെയ്തിട്ട് സെയിം സിഗ്നൽ കൊടുക്കുക വിചാരിക്കുക. എന്താ സംഭവിക്കുക? ഔട്ട്പുട്ട് ഇസ് ജനറലി എ ഗെയിൻ ഇൻ ടു VA minus VB. If both are same, we will get a output VO equal to 0. What does it mean? We are giving an input here, but we are getting an output equal to 0. That means VA minus VB equal to 0. It doesn't mean that VA is equal to 0 or VB equal to 0. It means that the gain is equal to 0. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. എപ്പോഴാണ് നമുക്കൊരു ഔട്ട്പുട്ട് 0 കിട്ടുന്നത്? ഇൻപുട്ട് ഇൻറ്റു ഗെയിൻ ആണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഗെയിൻ ഇസ് ഈക്വൽ ടു 0 വെൻ ദീസ് ടു ഇൻപുട്ട്സ് ആർ കണക്റ്റഡ് സെയിം. ഓക്കെ, സോ അതാണ് സീറോ ഗെയിൻ എന്ന് പറയുന്നത്. കോമൺ മോഡ് ഗെയിൻ ഇസ് 0 എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ ഹാവ് ഇൻഫിനിറ്റ് റിജക്ഷൻ. ഇൻപുട്ട് റിജക്ഷൻ ഇൻഫിനിറ്റി ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ രണ്ടിലും സെയിം സിഗ്നൽ, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം നോയ്സ് വരികയാണെന്നുണ്ടെങ്കിൽ VO ഡിവൈഡ് ബൈ VI നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 0 ബൈ VI. ഇറ്റ് വിൽ ബി 0. ദാറ്റ് മീൻസ് ഏത് ഇൻപുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇറ്റ് വിൽ ബി റിജക്റ്റഡ്. കോമൺ മോഡ് ആവുന്ന സമയത്ത് എല്ലാത്തിനെയും റിജക്റ്റ് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇൻഫിനിറ്റ് കോമൺ മോഡ് റിജക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻഫിനിറ്റ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ. ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കമ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഓപ്പം ഈസ് നോൺ ആസ് എ കമ്പറേറ്റർ ഓൾസോ. ഓപ്പാമ്പിന് രണ്ട് ബേസിക് ഓപ്പറേഷനാണ്, ആംപ്ലിഫയറും കമ്പറേറ്ററും. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ടെർമിനലിനും ഇത് ഇങ്ങനെ കൊടുക്കുമ്പോൾ, അതായത് ഫീഡ്ബാക്ക് ഒന്നും ഇല്ലാണ്ട് കൊടുക്കുമ്പോഴാണ് അത് കമ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് ഇവിടെ നമുക്ക് ഇതിന് അക്രോസുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്ര ചെറിയ വേരിയേഷൻ ആണെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഒരേ സിഗ്നലായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ V1 V2 കൊടുക്കുന്നത് വലിയൊരു ഡിഫറൻസ് ആണെങ്കിലും ചെറിയ ഡിഫറൻസ് ആണെങ്കിലും ഔട്ട്പുട്ടിൽ നമുക്ക് ഒരേ വോൾട്ടേജ് തന്നെയാവും കിട്ടുക. അത് V1 ഗ്രേറ്റർ ദാൻ V2 ആണോ അല്ലെങ്കിൽ V1 ലെസ് ദാൻ V2 ആണോ, ഈ ഒരൊറ്റ കൺസിഡറേഷൻസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ദാറ്റ്സ് വൈ ഇറ്റ്സ് ഹാവിങ് ഇൻഫിനിറ്റ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ. അതായത് ഫീഡ്ബാക്ക് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റി ആണ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത്. ഇനി ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത്. വാട്ട് ഡു യു മീൻ ബൈ ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്. ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസീസിൻ്റെ റേഞ്ചിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത്. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ amplify both DC signals and also high frequency AC signals. DC signals means frequency is equal to 0. AC means frequency is equal to something. And very high frequency എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that means F is higher. So any frequency signals can be amplified using op-amp. അതുകൊണ്ടാണ് നമ്മൾ ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി സീറോ നോയ്സ് കോൺട്രിബ്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു നോയ്സിന് ഒരിക്കലും ഇതിൽ നിൽക്കാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി ഓൾവേസ് റിജക്റ്റഡ്. സീറോ DC ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ സർക്യൂട്ടുകളിൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഈ +V -V ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അത് കാരണം ഔട്ട്പുട്ടിൽ എപ്പോഴും ഒരു ചെറിയ വോൾട്ടേജ് ഉണ്ടായിരിക്കും. അത് തീരെ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഐഡിയലി ഇറ്റ് വിൽ ബി 0. ഓഫ്സെറ്റ് വോൾട്ടേജസ് ഒക്കെ 0 ആയിരിക്കും. പക്ഷേ പ്രാക്ടിക്കലി ചെറിയ ഓഫ്സെറ്റ് ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇനി ടിപ്പിക്കൽ വാല്യൂസ് നോക്കുകയാണെങ്കിൽ 741 ആണ് കേട്ടോ. μA 741 എന്ന് പറയുന്ന
ഓപ്പാമ്പ് ഐ സിയുടെ കേസാണ് ഈ പറയുന്നത്. ടിപ്പിക്കൽ വാല്യൂസ് പറയുകയാണെങ്കിൽ ഓപ്പൺ ലൂപ്പ് ഗെയിൻ നമ്മൾ ഇൻഫിനിറ്റി എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ നമുക്ക് ഈ ഒരു 20,000 to 2 lakh വരെയൊക്കെ നമുക്ക് കിട്ടും. അതിൻ്റെ അർത്ഥം നമുക്ക് അത്രയും വോൾട്ടേജ് കിട്ടും എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. അത്രയും ചെറിയ വോൾട്ടേജിലുള്ള മില്ലി വോൾട്ടേജിലൊക്കെ ഉള്ള സിഗ്നൽ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്കൊരു വോൾട്ടേജ് റേഞ്ചിലുള്ള ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് ഒരിക്കലും ആ +V -V സെറ്റ് ചെയ്തതിനേക്കാളും ഒരുപാട് മുകളിലൊന്നുള്ള ഔട്ട്പുട്ടൊന്നും നമുക്ക് കിട്ടില്ല, കാരണം സർക്യൂട്ട് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യില്ല. ഓക്കെ, ഇനി ഇൻപുട്ട് ഇമ്പിഡൻസ് നമ്മൾ പറഞ്ഞത് ഇൻഫിനിറ്റി എന്നുള്ളതാണ്, പക്ഷേ പ്രാക്ടിക്കലി ഇൻപുട്ട് ഇമ്പിഡൻസ് ഒരു ഹൈ വോൾട്ടേജ് ആയിരിക്കും. അതായത് ലീക്കേജ് കറണ്ട് ചെറുതായിട്ടുണ്ടായിരിക്കും. മില്ലി ആംപിയർ റേഞ്ചിൽ ലീക്കേജ് കറണ്ട് ഉണ്ടായിരിക്കും. അതായത് മില്ലി ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു റെസിസ്റ്റീവ് പാത്ത് അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മില്ലി ആംപിയർ റേഞ്ചിൽ കറണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് മീൻസ് എ ഹൈ റെസിസ്റ്റൻസ്. ഇനി ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ പറയുന്നത് 0 എന്നുള്ളതാണ്, പക്ഷേ ഒരു 100 to 20K വരെയൊക്കെ പല സർക്യൂട്ടുകളിലും അത് വന്ന് കാണാറുണ്ട്. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ഇൻഫിനിറ്റി. പക്ഷേ ഇവിടെ ഒരു ടേം ഉണ്ട്, ഇറ്റ് ഈസ് നോൺ ആസ് ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ്. നോർമലി ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിൽ ഗെയിൻ എത്രയാണ് വരുന്നത്, സോ ആ ഒരു ഗെയിൻ ഇൻറ്റു ബാൻഡ് വിഡ്ത്ത്, ആ ഒരു പ്രൊഡക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്യാറുള്ളത്. ഇനി ഓഫ്സെറ്റ് വോൾട്ടേജ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വാല്യൂ ഓഫ്സെറ്റ് വോൾട്ടേജ് ഉണ്ടായിരിക്കും. ഇനി ഇതിന് പുറമെ 2 പാരാമീറ്റേഴ്സും കൂടെ നമ്മൾ പറയുന്നുണ്ട്. ആ പാരാമീറ്റേഴ്സ് ഞാൻ എസ്സേ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയാം. ഓക്കെ, ഇനി അടുത്തത് പ്രാക്ടിക്കൽ വാല്യൂ, അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പ്രാക്ടിക്കൽ വാല്യൂ പറയുന്ന സമയത്ത് 2 ആൾക്കാരുടെ കാര്യം കൂടെ പറയുന്നുണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ലാസ്റ്റ് സ്ലൈഡിലുണ്ട്. ആൻഡ് ദേ ആർ സ്ലൂ റേറ്റ് ആൻഡ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ CMRR. ഇത് രണ്ടും ഞാൻ ലാസ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് ടൈപ്സ് ഓഫ് ഓപ്പാമ്പ് സർക്യൂട്ട്സ്. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു ഐഡിയയ്ക്ക് വേണ്ടി പറയുകയാണ്. 2 രീതിയിലാണ് ഓപ്പാമ്പ് സർക്യൂട്ട്സ് ഉള്ളത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് ഓപ്പാമ്പ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, മറ്റൊരു ഓപ്പാമ്പ് കമ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ബേസിക്കലി ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ. ഇനി നേരെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ കമ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് നോർമലി നമ്മൾ ഉണ്ടാവില്ല. ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഒരു ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കാറില്ല. റെഫറൻസിന് വേണ്ടി ഫീഡ്ബാക്ക് ഉപയോഗിക്കേണ്ട കേസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ മൾട്ടിവിബ്രേറ്ററിനകത്തും ഷ്മിറ്റ് ട്രിഗറിനകത്തൊക്കെ റെഫറൻസിന് വേണ്ടി ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് എ ഫീഡ്ബാക്ക് സർക്യൂട്ട്. അതേ സമയത്ത് വിത്ത് ഫീഡ്ബാക്കാണ് ആംപ്ലിഫയേഴ്സിൻ്റെ സർക്യൂട്ട് ഉണ്ടായിരിക്കാം. നോർമലി അത് ലീനിയർ സർക്യൂട്ട്സ് ആയിരിക്കും, അത് ക്ലോസ് ലൂപ്പ് ആയിരിക്കും, അതായത് ഫീഡ്ബാക്ക് ഉണ്ട്. ഇത് നോൺ ലീനിയർ ആയിരിക്കും, അതായത് എല്ലാ ലീനിയർ നോൺ ലീനിയറിൻ്റെ മീനിങ് എന്താണ്? ഇഫ് ഇൻപുട്ട് ഇൻക്രീസസ് കറസ്പോണ്ടിംഗ്ലി ഔട്ട്പുട്ട് ഓൾസോ ഇൻക്രീസസ്, അല്ലെങ്കിൽ റെസ്പോൺസീവ്നെസ് വിൽ ബി പ്രപ്പോർഷണൽ, അതിനാണ് ലീനിയർ എന്ന് പറയുക. ക്ലോസ് ലൂപ്പ് ആവുന്ന സമയത്ത് ആംപ്ലിഫയറിൻ്റെ കേസിൽ അത് ലീനിയർ ആയിരിക്കും, അതേസമയത്ത് ഓപ്പൺ ലൂപ്പ് ആണെങ്കിൽ അത് നോൺ ലീനിയർ ആയിരിക്കും. ഓക്കെ, ഇനി സർക്യൂട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ നല്ലതാണ്. ഏതൊക്കെയാണ് ഈ ക്ലോസ്ഡ് ഫീഡ്ബാക്ക്, പിന്നെ ഓപ്പൺ ഫീഡ്ബാക്ക് എന്നുള്ളത്, ക്ലോസ് ലൂപ്പ് ഓപ്പൺ ലൂപ്പ് നോക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, എളുപ്പവഴിയാണ്. നോർമലി ക്ലോസ് ലൂപ്പ് സർക്യൂട്ടുകളിൽ ഫീഡ്ബാക്ക് എപ്പോഴും ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കായിരിക്കും. അതായത് -+ എന്ന് 2 ടെർമിനൽ ഉണ്ടല്ലോ, ഈ ഔട്ട്പുട്ടിൽ നിന്ന് നേരെ നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കണക്ഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോർമലി ക്ലോസ്ഡ് ലൂപ്പ് ആൻഡ് വിത്ത് ഫീഡ്ബാക്ക്. അതേ സമയത്ത് ചില സർക്യൂട്ടിനകത്ത് പോസിറ്റീവ് ടെർമിനലിലേക്ക് ഫീഡ്ബാക്ക് വരും. അത് ശരിക്കും ക്ലോസ് ലൂപ്പ് സർക്യൂട്ടുകളിലല്ല വരുന്നത്. ഇപ്പോൾ ഷ്മിറ്റ് ട്രിഗറിലാണെങ്കിലും മൾട്ടിവിബ്രേറ്ററിലാണെങ്കിലും ഒക്കെ ഈ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഒരു ഫീഡ്ബാക്ക് വരാറുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇതെന്താ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാത്തെന്നുള്ളത്. ഇറ്റ് വിൽ നോട്ട് വർക്ക് ആസ് ആംപ്ലിഫയർ, കാരണം പ്ലസ് ടെർമിനലും മൈനസ് ടെർമിനലും ഒരുപോലെയല്ല. ദർ ഇസ് സം ഡിഫറൻസസ് ബിറ്റ്വീൻ പ്ലസ് ആൻഡ് മൈനസ് ടെർമിനൽസ്. അത് നമ്മൾ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഔട്ട്പുട്ട് നമ്മൾ 2 ടെർമിനലിന് അക്രോസ് ആണല്ലോ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ഏതാണ് പ്ലസ് ഏതാണ് മൈനസ്, ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും സെറ്റ് ചെയ്യുന്നത് ഓപ്പാമ്പിൻ്റെ. മനസ്സിലായല്ലോ? സോ അതിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ബേസിക് ഐഡിയ ആണ്. ഇനി നമ്മൾ കമ്പറേറ്ററിൻ്റെ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് എ കണ്ടീഷൻ ഓഫ് എ കമ്പറേറ്റർ. ഇവിടെ 2 ഇൻപുട്ട് ഉണ്ട്. അത് 2 ഇൻപുട്ട് ഇവിടെ ഞാൻ Viനും Vrefും എന്നാണ് കാണിച്ചിട്ടുള്ളത്. V1 V2 എന്ന് നിങ്ങൾക്ക് വായിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ V1 V2 ഇതിൽ പ്ലസ് ടെർമിനൽ മൈനസ് ടെർമിനൽ നമ്മൾ 555 ഒക്കെ പറഞ്ഞപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞതാണ്. ഏത് ടെർമിനലിലാണോ കൂടുതൽ വോൾട്ടേജ് ഉള്ളത് അതിൻ്റെ പൊളാരിറ്റി എന്താണോ അത്രയും ആ പൊളാരിറ്റിയിലുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും ഔട്ട്പുട്ടിൽ വരിക. സപ്പോസ് Vin ഗ്രേറ്റർ ദാൻ Vref ആണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് Vin ഇസ് കണക്റ്റഡ് ടു പ്ലസ് ടെർമിനൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു
എ മാക്സിമം ഓഫ് പ്ലസ് വി സി സി. ഒരിക്കലും പ്ലസ് വി സി സി നമുക്ക് കിട്ടൂല കേട്ടോ, ഇത് ഐഡിയൽ കേസാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു സാച്ചുറേഷൻ വോൾട്ടേജ് ഉണ്ട്, ഒരു പ്ലസ് വി സാറ്റ് എന്ന് പറയുന്ന ഒരു വോൾട്ടേജാണ് നമുക്ക് കിട്ടുക, സാച്ചുറേഷൻ വോൾട്ടേജ്. അത് പ്ലസ് വി സി സി തന്നെ കിട്ടുമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ 15 വോൾട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 13 or 14 വോൾട്ടാണ് നമുക്ക് അവിടെ കിട്ടുള്ളൂ. വി ഇൻ ഗ്രേറ്റർ ദാൻ വി റഫ് ആണെങ്കിൽ ഇതാണ് അവസ്ഥ. വി ഇൻ ലെസ് ദാൻ വി റഫ് ആണെങ്കിൽ ദാറ്റ് മീൻസ് വി റഫിലാണ് കൂടുതൽ വോൾട്ടേജ്. വി റഫ് എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഔട്ട്പുട്ട് വിൽ ബി എ നെഗറ്റീവ് പൊട്ടൻഷ്യൽ, മൈനസ് വി സാറ്റ് എന്നുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൈൻ കൺസിഡറിങ് ദ ഓപ്പറേഷൻ ഓഫ് എ ഓപ്പ് ആംപ്. ഓക്കെ, ഒരു ഓപ്പൺ ലൂപ്പിലുള്ള ഓപ്പ് ആമ്പിൻ്റെ വർക്കിംഗ് ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കൺസെപ്റ്റ് ഉണ്ടെങ്കിലാണ് പല സർക്യൂട്ടും നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി ഫീഡ്ബാക്ക് വരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള സർക്യൂട്ടിൻ്റെ പേരാണ് വോൾട്ടേജ് ഫോളോവർ. ഇറ്റ് വിൽ ഫോളോ ദ ഇൻപുട്ട് വോൾട്ടേജ്, അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനലിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് ഈസ് ഫീഡിങ് ബാക്ക് ടു നെഗറ്റീവ് ടെർമിനൽ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് സെയിം input at the output will be same as the input. ഇനി ഇവിടെ നമ്മൾ പറയുന്ന ഒരു കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ കൺസെപ്റ്റ് കോൾഡ് വെർച്വൽ ഗ്രൗണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഈ രണ്ട് ടെർമിനലിന് എക്രോസും എന്തില്ല, വേറെ വോൾട്ടേജ് ഡ്രോപ്പുകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എന്ത് പൊട്ടൻഷ്യൽ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇവിടെ തന്നെ വരും. സോ വെർച്വലി ദീസ് ടു ടെർമിനൽസ് ആർ കൺസിഡർഡ് ടു ബി ഗ്രൗണ്ട്. സോ എനി സിഗ്നൽ കമ്മിങ് ടു ദിസ് നോഡ് വിൽ ഗെറ്റ് ഡിസോൾവ്ഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിവിടെയും ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിവിടെയും ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് പ്ലസ് ടെർമിനലാണെങ്കിൽ അതിന് പ്രൊപ്പോർഷണലി ഒരു ഔട്ട്പുട്ട്, ഒരു സിഗ്നൽ ഈ ഒരു വെർച്വൽ ഗ്രൗണ്ട് പോയിന്റിൽ വരും. അതായത് ഇപ്പോൾ ഒരു വെർച്വൽ ഗ്രൗണ്ടിൽ കൊടുക്കാൻ കാരണം ഇവിടെ നമ്മളൊരു ഗ്രൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു ഗ്രൗണ്ടിൻ്റെ ഇമ്പാക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള. അപ്പോൾ ഇതൊക്കെ ബേസിക് കൺസെപ്റ്റുകളാണ്. ഇനി ദിസ് ഇസ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺഫിഗറേഷനാണ് ആംപ്ലിഫയർ കോൺഫിഗറേഷൻ. അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഇൻവേർട്ടിങ്ങും നോൺ ഇൻവേർട്ടിങ്ങും. ഇതിനകത്ത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് വിൽ ബി ഗിവൺ ടു ഇൻവേർട്ടിംഗ് ടെർമിനൽ. ഓക്കെ, ആൻഡ് ദർ വിൽ ബി എ ഫീഡ്ബാക്ക് ഫ്രം ഔട്ട്പുട്ട് ടു നെഗറ്റീവ് ടെർമിനൽ ത്രൂ R2 എന്നോ ചിലതിനകത്ത് RF എന്ന് കാണാറുണ്ട്. ഇവിടെ R1 എന്ന് പറയാം, അല്ലെങ്കിൽ RIN, RI എന്നൊക്കെ കാണാറുണ്ട്. ഓരോന്നും അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ബേസിക്കലി ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. വി ഔട്ട് വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഈ സർക്യൂട്ടിൻ്റെ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്നതാണ്. നെഗറ്റീവ് സൈൻ ഉണ്ട്, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അഗെയിൻ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ ഇൻപുട്ട് വിൽ ബി ഗിവൺ അറ്റ് ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. അപ്പോൾ അവിടെ വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി നോക്കൂ. സർക്യൂട്ട് നോക്കുമ്പോൾ ഒരു വ്യത്യാസമില്ല, ആകെ ഇവിടെ ഉള്ള ഗ്രൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ടുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഇവിടുത്തെ വർക്കിംഗ് എങ്ങനെ കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെർമിനൽ ഗ്രൗണ്ട് ആയതുകൊണ്ട് ഈ ടെർമിനൽ ഗ്രൗണ്ട് ആവും എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. സോ കറണ്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് വേറെ എങ്ങോട്ടും പോകാനില്ലാത്തതുകൊണ്ട് അത് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. സോ വി ഇൻ മൈനസ് ഈ പോയിന്റിൽ നമ്മൾ വി എ എന്ന് എടുക്കുകയാണെങ്കിൽ വി ഇൻ മൈനസ് വി എ ഡിവൈഡ് ബൈ R1 വിൽ ബി ഈക്വൽ ടു വി എ മൈനസ് വി ഔട്ട് ഡിവൈഡ് ബൈ R2. നമ്മുടെ ഈ ഒരു നോഡിലത്തെ ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. വി എ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ പുട്ട് ഐ 0 ദർ. അങ്ങനെയാണെങ്കിൽ വി വിൽ ഗെറ്റ് വി ഔട്ട് വിൽ ബി ഈക്വൽ ടു എന്ത് വരും, ഇവിടെ മൈനസ് വി ഔട്ട് ഉണ്ട്, ഇവിടെ വി ഇൻ ഉണ്ട്. സോ മൈനസ് ഇൻറ്റു വി ഇൻ വരും, ബാക്കി ഇവിടെ എന്ത് വരും, R2 ഡിവൈഡ് ബൈ R1 എന്ന് വരും. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഇൻ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഈ പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യണത്. സോ അതുപോലെ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പം ഞാൻ തൽക്കാലം അതിലേക്ക് പോകുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു വോൾട്ടേജ് ഡിവിഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെർമിനലിലെ വോൾട്ടേജ്, ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ വി എ എന്ന് എടുക്കുകയാണെങ്കിൽ വി എ വിൽ ബി ഈക്വൽ ടു വി ഔട്ട് ഇൻറ്റു R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ, ഈ വോൾട്ടേജ് വി ഇൻ തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, വി ഔട്ട് വിൽ ബി ഈക്വൽ ടു നേരെ തിരിച്ചു വരും, R1 പ്ലസ് R2 ഡിവൈഡ് ബൈ R1 എന്ന് വരും. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 പ്ലസ് R2 ബൈ R1 എന്നുള്ള ഇക്വേഷൻ വരും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്താൽ മതി. അങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ,
ഇനി അടുത്തത് സമ്മിങ് ആംപ്ലിഫയർ. അപ്പോൾ നമ്മൾ സമ്മിങ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഈ ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ ഇവിടെ ഒരു റെസിസ്റ്റർ വഴി ഒരു ഇൻപുട്ട് മാത്രം കൊടുത്തു. അതിന് പകരം കുറേ റെസിസ്റ്റേഴ്സ് വഴി അത്രയും ഇൻപുട്ടുകൾ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കാം. മൈനസ് ഇൻറ്റു V1 ഇൻറ്റു RF ഡിവൈഡ് ബൈ R1 പ്ലസ് RF ഡിവൈഡ് ബൈ R2 ഇൻറ്റു V2, RF ഡിവൈഡ് ബൈ R3 ഇൻറ്റു V3, അങ്ങനെ RF ഡിവൈഡ് ബൈ RN ഇൻറ്റു VN. ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷനാണ് സമ്മിങ് ആംപ്ലിഫയർ. ഇത് തന്നെ നമുക്ക് ഇത് ആക്ച്വലി ഇൻവേർട്ടിംഗ് സമ്മറാണ്. നമുക്ക് നോൺ ഇൻവേർട്ടിംഗ് സമ്മറും കൊടുക്കാം, അതായത് ഇവിടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമ്മളൊരു റെസിസ്റ്റൻസും കൂടെ അഡീഷണലി കൊടുക്കേണ്ടി വരും എന്നുള്ളത് മാത്രം. ഓക്കെ, അടുത്തത് ഡിഫറൻസ് ആംപ്ലിഫയർ അല്ലെങ്കിൽ സബ്ട്രാക്ടർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്ന വോൾട്ടേജ് അനുസരിച്ചിട്ട് ഇവിടെ ഈ R2 തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിലാണ് ഈ ഇക്വേഷൻ വരുന്നത്. ഇവിടെ R2 മാറുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷനിൽ മാറ്റങ്ങൾ വരുവേ. അത് ഞാൻ ലാസ്റ്റ് ഒരു സ്ലൈഡിൽ ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ അതല്ല, ഈ R2 രണ്ടും സെയിം ആണ്, ഈ R1 രണ്ടും സെയിം ആണെങ്കിലാണ് ഈ ഇക്വേഷൻ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V1ഉം V2 നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് V1 മൈനസ് V2 ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 ആയിരിക്കും ഇക്വേഷൻ. അതിൻ്റെ കണ്ടീഷൻ ഇതാണ്. എന്താണ്? ഈ R2 തന്നെ ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ട R2, ഈ R1 തന്നെ ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ട R1. എന്തെങ്കിലും വേരിയേഷൻ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ആയിരിക്കില്ലേ വരെ. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. സോ ദിസ് ഇസ് ദ ബേസിക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ സബ്ട്രാക്ടറിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. അടുത്ത ഇൻ്റഗ്രേറ്റിംഗ് ആംപ്ലിഫയർ ആണ്. വാട്ട് ഈസ് ഇൻ്റഗ്രേറ്റിംഗ് ആംപ്ലിഫയർ? നോർമലി ഒരു ആറും സിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ജനറേറ്റ് ആൻ ഇൻ്റഗ്രേറ്റർ. പക്ഷേ അത് പാസീവ് ഇൻ്റഗ്രേറ്റർ ആണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഈ റെസിസ്റ്ററിനും കപ്പാസിറ്ററിനും അക്രോസൊക്കെ ഡ്രോപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊടുത്തതിനേക്കാളും കുറവായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പോൾ ഇൻ്റഗ്രേറ്ററിൻ്റെ കേസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും ഔട്ട്പുട്ട് ലേശം കൂടുകയാണ് ചെയ്യുക, ഡിഫറൻഷ്യേറ്ററിൻ്റെ കേസിൽ കുറയുകയാണ് ചെയ്യുക. എനിവേസ് നമുക്ക് ഭയങ്കര കുറവായിരിക്കും സിഗ്നൽ കിട്ടുന്നത്. അപ്പോൾ തീരെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ആംപ്ലിഫിക്കേഷനും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? നമുക്കത് കുറേയും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റിംഗ് ആംപ്ലിഫയർ ആണ്. ഓപ്പാമ്പ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രോപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത വരുന്നത്. ഇനി ഇതിന് നമുക്ക് ആംപ്ലിഫിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആംപ്ലിഫിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ കോൺഫിഗറേഷനിലേക്ക് നമ്മളിതിനെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ. ഇനി ബേസിക് ആയിട്ടുള്ള ഡിഫറൻഷ്യേറ്റിംഗ് ആംപ്ലിഫയർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ റെസിസ്റ്റർ പൊസിഷൻ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡിഫറൻഷ്യേറ്റിംഗ് ആംപ്ലിഫയർ ഇത് ബേസിക് ആണ്. ഇനി ആംപ്ലിഫിക്കേഷനും കൂടെ വരുന്ന രീതിയിലുള്ളത് ഞാൻ ഫിൽറ്റർ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയും. കാരണം ഫിൽറ്റർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡിഫറൻഷ്യേറ്റർ ഇൻ്റഗ്രേറ്റർ തന്നെയാണ്. ഇൻ്റഗ്രേറ്റർ എന്ന് പറയുന്നത് ഒരു ലോ പാസ് ഫിൽറ്ററും ഡിഫറൻഷ്യേറ്റർ എന്ന് പറഞ്ഞൊരു ഹൈ പാസ് ഫിൽറ്ററുമാണ്. അപ്പോൾ ഫിൽറ്റർ പറയുമ്പോൾ ഞാൻ ബാക്കി ആംപ്ലിഫിക്കേഷനും കൂടെ വരുന്ന രീതിയിലുള്ള ഡിഫറൻഷ്യേറ്റർ ഇൻ്റഗ്രേറ്റർ പറയും. ഇത് ബേസിക് ആയിരുന്നു. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതാണ് സമ്മിങ് ആൻഡ് സബ്ട്രാക്ടർ റിലേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നെ ഒരു 3 ഇൻപുട്ട് ഇൻവേർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ഡയഗ്രാം വരച്ച് വെച്ചാൽ മതി. ഇനി സമ്മിങ് ആംപ്ലിഫയർ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ഓൾറെഡി ഇക്വേഷൻ ഉണ്ട്. 3 ഇൻപുട്ട് ഇൻവേർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയറിൻ്റെ ഡയഗ്രാം ഇക്വേഷനൊക്കെ ഉണ്ട്. ഇത് 3 ഇൻപുട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഞാൻ 3 ഇൻപുട്ടിൽ ഈ n=3 ആക്കി കാണിച്ചാൽ മതി. അപ്പോൾ 3 ഇൻപുട്ട് ആയല്ലോ, ഇൻഫിനിറ്റി വരെ കൊടുക്കണ്ട. എന്ത് ചെയ്താൽ മതി? ഇത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ n=3 ആക്കി ഇടുക. എന്നിട്ട് ഈ സാധനം വേണ്ട. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഇൻഫിനിറ്റി ഒന്നുമില്ല. ഓക്കെ, n=3 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദ 3 ഇൻപുട്ട് സമ്മർ. ഇനി ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു 3 ഇൻപുട്ട് സമ്മറിൻ്റെ ഇക്വേഷനാണ്, പക്ഷെ അതെങ്ങനെ വേണം? അപ്പം നമുക്ക് ഇക്വേഷൻ അറിയാം. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടേണ്ടത്? -V1 കിട്ടണം. ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ട്. V1 മാത്രമായിട്ട് കിട്ടണം. V1 മാത്രമായിട്ട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? RFഉം R1ഉം ഈക്വൽ ആണ്. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ R1 ഷുഡ് ബി ഈക്വൽ ടു RF ആയിരിക്കണം. അടുത്തത് +2 × V2. V2 ഇവിടെ ഉണ്ട്. RF/R2 നമുക്ക് കിട്ടണം. RF/R2 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളുടെ വാല്യൂ മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്ത് ബേസിക് സർക്യൂട്ടാണ് വരച്ചിട്ടുള്ളത്. ഇത് പിന്നെ ഇതിൻ്റെ കറക്റ്റ് വാല്യൂ ഒക്കെ കണ്ടുപിടിച്ച് സർക്യൂട്ടൊക്കെ വരയ്ക്കുമ്പോഴേക്കും കുറേ ഡിസൈൻ പോകും. നിങ്ങൾക്ക് അത് ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ട് വരുമ്പോൾ അത്രയ്ക്കൊന്നും ആവശ്യം വരില്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റെസിസ്റ്ററും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. RF എന്ന് പറയുന്ന റെസിസ്റ്റർ തന്നെ നമ്മളിവിടെ കൊടുത്താൽ മതി. ഓക്കെ, RF എന്നുള്ള റെസിസ്റ്റർ തന്നെ ഇവിടെ കൊടുത്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ അത് കൊടുത്തില്ലെങ്കിലും സർക്യൂട്ട് വൈസ് തൽക്കാലം വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത്
അടുത്തത് -3 ആണ് വരേണ്ടത്. അപ്പോൾ ഈ +2 വരെ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ആണെങ്കിൽ നമ്മൾ എല്ലാം ഇവിടെ തന്നെ കൊടുത്താൽ മതി. പ്ലസ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ പോസിറ്റീവ് ടെർമിനലിലേക്ക് കൊടുക്കുക. അപ്പോൾ മൈനസ് ഉള്ളതൊക്കെ മുകളിലും കൊടുക്കുക, പ്ലസ് ഉള്ളതൊക്കെ താഴെയും കൊടുക്കുക. സിമ്പിളാണ് ലോജിക്ക്. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫാക്ടർ എങ്ങനെയാണ് വരേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? RFഉം R1ഉം ഈക്വൽ ആണ്. 2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? RF ഓരോ സമയത്തും മാറ്റാൻ പറ്റില്ല, ഒറ്റ എണ്ണ വെക്കാൻ പറ്റില്ല. നമുക്ക് പകരം R1, R2, R3 ഒക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ കേസിൽ R2ന് എന്ത് ചെയ്യുക? RF/2 കൊടുക്കുക. RF/2 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? RF ഡിവൈഡ് ബൈ R2 എന്നുള്ളതിൽ R2 RF/2 കൊടുക്കുമ്പോൾ V2 × 2 വരും. ഓക്കെ, ബാക്കി RF ക്യാൻസൽ ചെയ്തു പോകും. അതേപോലെ തന്നെ R3 എന്ത് കൊടുക്കണം? R3 = RF/3 കൊടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? 3 എന്ന് വരും. അപ്പോൾ R1ഉം R3യും നെഗറ്റീവ് ടെർമിനലിലും R2 എന്നുള്ളത് പോസിറ്റീവ് ടെർമിനലിലും. മനസ്സിലായല്ലോ? ഇനി അടുത്തത് അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. -2 V1ഉം ബാക്കി രണ്ടെണ്ണം പോസിറ്റീവ് ടെർമിനലിലാണ്. അപ്പോൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുക. വോൾട്ടേജസ് എന്ത് ചെയ്യണം? ആദ്യത്തിനകത്ത് ജസ്റ്റ് ഈ ലോജിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. RF/2 കൊടുക്കുന്നു, അടുത്തതിൽ RF/3 കൊടുക്കുന്നു, അടുത്തതിൽ RF/4 കൊടുക്കുന്നു. സോ എത്രയാണോ മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ തരുന്നത് അതിനനുസരിച്ചിട്ട് RFന് നിങ്ങൾ മാറ്റിയിട്ടുള്ള വാല്യൂ R1, R2, R3 ആയിട്ട് കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ്. കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഒരു ഇൻ്റഗ്രേറ്ററിൻ്റെ വർക്കിംഗ്, ബേസിക് വർക്കിംഗ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഇൻ്റഗ്രേറ്ററിൻ്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇൻപുട്ട് ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻപുട്ട് ഈ റെസിസ്റ്ററിന് അക്രോസ് ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും. സോ എന്ത് സംഭവിക്കും? കപ്പാസിറ്റർ വിൽ ഗെറ്റ് ചാർജ്. നോർമലി ചാർജ് ചെയ്യാണ് ചെയ്യുക, പക്ഷേ അതൊരു നെഗറ്റീവ് ടെർമിനലിലേക്ക് ആയതുകൊണ്ട് നമുക്കതിനെ ഡിസ്ചാർജ് ആയിട്ടാണ് കിട്ടുക. അടുത്ത സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് മാറുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്യുന്നത് ഈ നെഗറ്റീവ് ടെർമിനലിലായതുകൊണ്ട് അത് പോസിറ്റീവിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന പോലെ തോന്നും. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ഡിഫറൻഷ്യേറ്ററിൻ്റെ ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡിഫറൻഷ്യേറ്ററിലും ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഡിഫറൻഷ്യേറ്ററിൻ്റെ നോർമൽ വർക്കിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒരു ആംപ്ലിഫിക്കേഷനും കൂടെ വരും എന്നുള്ളൊരു ഫാക്ടർ മാത്രമാണ് നമുക്കിവിടെ വരുന്നുള്ളൂ. ഇനി നമ്മുടെ കമ്പറേറ്റർ സർക്യൂട്ടിൽ പെട്ട ഒരു സാധനമാണ് ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത്. ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഷ്മിറ്റ് ട്രിഗർ കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഫീഡ്ബാക്ക് പോലെ നമ്മൾ തോന്നുന്ന സാധനം സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് അല്ല. അത് കൊടുക്കുന്നത് പോസിറ്റീവ് ടെർമിനലിലേക്കാണ്, ഇൻപുട്ട് കൊടുക്കുന്നത് നെഗറ്റീവ് ടെർമിനലിലേക്കാണ്. സോ ദിസ് ഇസ് ആൻ ഇൻവേർട്ടിംഗ് ഷ്മിറ്റ് ട്രിഗർ. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനൽ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇനി എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ VO എന്ന് പറയുന്ന ഔട്ട്പുട്ട് ടെർമിനലിൽ ഒരു വോൾട്ടേജ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വോൾട്ടേജ് എന്തോ ആവട്ടെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഈ റെഫറൻസ് എന്ന് പറഞ്ഞ വോൾട്ടേജ്, ആ പൊസിഷനിൽ ഒരു വോൾട്ടേജ് ഉണ്ടാവും. അതെന്താ ഉണ്ടാവുക? V0 × R2 / R1 + R2. ഇത്രയും വോൾട്ടേജാണ് V റെഫറൻസിൽ ഉണ്ടാവുക. അതിനെ ആ വോൾട്ടേജിനെ നമ്മൾ പറയുന്ന പേര് V0 × ബീറ്റ എന്നാണ് പറയുക. വെർ ബീറ്റ = R2 / R1 + R2. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ നോക്കുകയാണ്. ഇനീഷ്യലി Vout എന്ന് പറയുന്ന വോൾട്ടേജ് +Vsat ആണെന്ന് വിചാരിക്കുക. അതായത് മാക്സിമം ഈ +VCC -VCC അല്ലെങ്കിൽ -VE കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്ന മാക്സിമം പോസിറ്റീവ് വോൾട്ടേജിനാണ് നമ്മൾ +Vsat എന്ന് പറയുക. പോസിറ്റീവ് Vsat ആയിട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ +Vsat × R2 / R1 + R2. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആവുമല്ലോ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഇൻപുട്ട് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഔട്ട്പുട്ട് എന്തായിരിക്കും? കമ്പാരേറ്ററിൻ്റെ വർക്കിംഗ് ആണ്. ആരാണോ കൂടുതൽ അയാളുടെ പൊളാരിറ്റി. അപ്പോൾ ഇവിടെ പ്ലസ് ആണല്ലോ കൂടുതൽ, അപ്പോൾ ഔട്ട്പുട്ട് പൊളാരിറ്റി എന്ത് തന്നെയായിരിക്കും? +Vsat തന്നെയായിരിക്കും. അപ്പോൾ +Vsat തന്നെ ഇരിക്കും ഇൻപുട്ട് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണ്. ഇൻപുട്ട് ഒരു സൈൻ വേവ് ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. ഇൻക്രീസ് ചെയ്തിട്ട് ഇവിടെ ഒരു വാല്യൂ ഉണ്ടല്ലോ, അതായത് ബീറ്റ Vsat എന്ന് പറഞ്ഞൊരു വാല്യൂ ഇവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഇൻപുട്ട് ബീറ്റ Vsat ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ക്രോസ് ചെയ്താൽ പിന്നെ നെഗറ്റീവ് ടെർമിനലിലാണ് കൂടുതൽ വോൾട്ടേജ്, ബീറ്റ Vsatനേക്കാളും കൂടുതൽ. അപ്പോൾ എന്ത് സംഭവിക്കും? ഔട്ട്പുട്ട് നേരെ നെഗറ്റീവ് ആവും. ഏത് നെഗറ്റീവ്? -Vsat ആവും വോൾട്ടേജ്. അപ്പോൾ എപ്പോഴാണോ ബീറ്റ Vsat ക്രോസ് ചെയ്യുന്നത് ആ പോയിന്റിൽ നേരെ സ്വിച്ച് ചെയ്യും, ട്രിഗർ ചെയ്യും. അപ്പോൾ ഈ പോയിന്റിലാണ് അത് ട്രിഗർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് അപ്പർ ട്രിഗർ പോയിന്റ്. ഓക്കെ, UTP എന്ന് പറയും, അല്ലെങ്കിൽ UT അപ്പർ ട്രിഗർ എന്ന് പറയും. ഇനി വോൾട്ടേജ് എത്ര കൂടിയാലും ദർ വിൽ നോട്ട് ബി എനി ചേഞ്ച് ബിക്കോസ് negative terminal has maximum voltage. So we will get a consistent negative voltage at the output until it crosses beta Vsat again. അത് വീണ്ടും താഴ്ത്തു വരുന്ന സമയത്ത് ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ വിൽ ഗെറ്റ് ലോവേർഡ്. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഇപ്പോൾ പോസിറ്റീവ് ടെർമിനലിലാണ് കൂടുതൽ വോൾട്ടേജ് ഉള്ളത്. സോ ഇറ്റ് വിൽ സ്വിച്ച് ടു പോസിറ്റീവ് വോൾട്ടേജ് ആൻഡ് ഇറ്റ് വിൽ
റിമെയിൻ ദർ. അതിന് കാരണം ഈ ലോവർ വോൾട്ടേജാണ്. ഇപ്പോൾ മൈനസ് ബീറ്റ വി സാറ്റാണ് ഇവിടുത്തെ വോൾട്ടേജ്. അതിൻ്റെയും താഴെ പോകുന്ന സമയത്താണ് ഇത് ട്രിഗർ ചെയ്യുക. അപ്പോൾ ഈ പോയിന്റിലല്ല ട്രിഗർ ചെയ്യുന്നത്, അത് പ്രത്യേകം മനസ്സിലാക്കുക. പോസിറ്റീവിൽ ട്രിഗർ ചെയ്യുന്നത് ഈ പോയിന്റിലാണെങ്കിൽ നെഗറ്റീവിൽ ട്രിഗർ ചെയ്യുന്നത് ഈ പോയിന്റിലാണ്. പോസിറ്റീവിൽ ട്രിഗർ ചെയ്യുന്നത് പ്ലസ് ബീറ്റ വി സാറ്റിലാണെങ്കിൽ നെഗറ്റീവിൽ ട്രിഗർ ചെയ്യുന്നത് മൈനസ് ബീറ്റ വി സാറ്റിലാണ്. സോ ദിസ് വൺ ഈസ് നോൺ ആസ് അപ്പർ ട്രിഗർ പോയിൻറ്റ്, ദിസ് വൺ ഈസ് നോൺ ആസ് ലോവർ ട്രിഗർ പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നോർമലി സെയിം വോൾട്ടേജ് തന്നെ ആയിരിക്കും. അപ്പോൾ 3 വോൾട്ട് ആണെങ്കിൽ ഇത് +3 ആയിരിക്കും, ഇത് -3 ആയിരിക്കും ട്രിഗറിങ് പോയിൻ്റ് എന്ന് പറഞ്ഞത്. അത് നമുക്ക് മാറ്റാൻ പറ്റും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വേറെ ട്രിഗറിങ്ങും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ വേറെ ട്രിഗറിങ്ങും ഈ അപ്പർ ലോവർ ട്രിഗറിങ്ങുകൾ നമുക്ക് മാറ്റാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ അത്രയ്ക്കൊന്നും പോകുന്നില്ല. ഷ്മിറ്റ് ട്രിഗർ ബേസിക് ഒരു ഷ്മിറ്റ് ട്രിഗർ മാത്രം തൽക്കാലം പഠിച്ചാൽ മതി. അതിൻ്റെ സർക്യൂട്ട് ഇങ്ങനെയാണ്. ചില സമയത്ത് ഹിസ്റ്ററീസിസ് ചോദിക്കാറുണ്ട്. ഹിസ്റ്ററീസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പാണ്. അതായത് ഇൻപുട്ടിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട്, നമ്മൾ ട്രാൻസ്ഫർ ക്യാരാന്ന് പറയില്ലേ, ആ സംഭവം. അപ്പോൾ ഇനീഷ്യലി ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റ് ആണെന്ന് വിചാരിക്കുക. ആ പ്ലസ് വി സാറ്റിൽ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇൻപുട്ട് ഇത് ഇൻപുട്ടും ഇത് ഔട്ട്പുട്ടും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഇങ്ങനെ പ്ലസ് വി സാറ്റിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇൻപുട്ട് ബീറ്റ വി സാറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് നേരെ മൈനസ് ബീറ്റ വി സാറ്റിലേക്ക് പോകും. അത് മൈനസ് ബീറ്റ വി സാറ്റിൽ അങ്ങനെ ഇരിക്കും. ഇൻപുട്ട് എത്ര കൂട്ടിയാലും മൈനസ് ബീറ്റ വി സാറ്റിലിരിക്കും. മാക്സിമം ഇൻപുട്ടിന് വരെ അത് പോകും. മാക്സിമം ഇൻപുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താഴത്തേക്ക് കുറഞ്ഞു വരും. കുറഞ്ഞു വന്നാലും ഒരു വ്യത്യാസവും ഇല്ല അൺടിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ബീറ്റ വി സാറ്റ്. മൈനസ് ബീറ്റ വി സാറ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ട്രിഗർ ടു പ്ലസ് വി സാറ്റ്. പ്ലസ് വി സാറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി ഇൻപുട്ട് എത്ര കുറഞ്ഞാലും ആ പ്ലസ് വി സാറ്റ് തന്നെ ഇരിക്കും. തിരിച്ച് അതുപോലെ ഇങ്ങോട്ട് വരും. സോ ദിസ് ഈസ് ദ പാത്ത്. ഓക്കെ, അപ്പോൾ ഇതാദ്യം ഇങ്ങോട്ട് പോകുന്നു, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നു, ഇതിങ്ങനെ പോകുന്നു, ഇത് മുകളിലേക്ക് പോകുന്നു, പിന്നെ ഇങ്ങോട്ട് പോകുന്നു, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നു, പിന്നെ ഇത് ഇങ്ങനെ പോകുന്നു. ഇതിനെയാണ് നമ്മൾ ഹിസ്റ്ററിസിസ് എന്ന് പറയുക. ഓക്കെ, അതായത് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ വരച്ചിട്ടുള്ളത്. നിങ്ങളൊന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്തത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോൺ ഇൻവേർട്ടിംഗ് ഷ്മിറ്റ് ട്രിഗറിൻ്റെ സർക്യൂട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോൺ ഇൻവേർട്ടിംഗ് ഷ്മിറ്റ് ട്രിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരിക. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് പോസിറ്റീവ് ടെർമിനൽ തന്നെയാണ്. ഇവിടെ ഗ്രൗണ്ട് ചെയ്യുന്നതിന് പകരം ഇവിടെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴും കമ്പയർ ചെയ്യുന്നത് 0 ആയിട്ടാണ്. പക്ഷേ ഇവിടുത്തെ വോൾട്ടേജ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? നേരത്തെ പറഞ്ഞത് ഈ റെഫറൻസ് വോൾട്ടേജ് ഫിക്സഡ് ആണ്. അതിൻ്റെ പൊളാരിറ്റി മാത്രം പ്ലസ് മൈനസ് മാത്രമേ മാറുള്ളൂ. ഇൻപുട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പക്ഷേ അങ്ങനെയല്ല വരുന്നത്. ഇവിടെ ഈ ഒരു ബീറ്റ വി സാറ്റ് എന്ന് പറഞ്ഞ സംഭവമില്ലേ, പകരം ഒരു ടെർമിനലിൽ എപ്പോഴും ഗ്രൗണ്ടാണ്. പകരം ഈ ടെർമിനലിലെ വോൾട്ടേജ് 2 ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന് വി ഔട്ട്, അത് പ്ലസ് വി സാറ്റ് ആണോ മൈനസ് വി സാറ്റ് ആണോ. രണ്ടാമത്തെ കാര്യം ഇൻപുട്ടിൻ്റെ വോൾട്ടേജ് എത്രയാണ്. ഇവിടുത്തെ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം പോലെയാണ് നമ്മളിത് കണ്ടുപിടിക്കുക. 2 ടെർമിനൽ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അതായത് ഇവിടുത്തെ വോൾട്ടേജ് ഉണ്ടോ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ഈസ് ഈക്വൽ ടു വി ഔട്ട് ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 മൈനസ് വി ഇൻ ഇൻറ്റു R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഇങ്ങനെയാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ വെച്ചിട്ട് അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വി ഔട്ട് ഫിക്സഡ് ആണ്, ഇത് ബീറ്റയാണ്. വി ഇൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ്. R1 ബൈ R1 പ്ലസ് R2 എന്നുള്ളത് വേറൊരു ഫാക്ടറാണ്. സോ ഇൻപുട്ട് മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ടേം മാറും. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് മാറും. അപ്പോൾ ഈ വോൾട്ടേജ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇവിടെ 0 ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പോകുന്നത്. സോ അതിനനുസരിച്ചിട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഈ ഹിസ്റ്ററിസിസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി നോക്കും. നേരത്തെ താഴത്തായിരുന്നു വന്നിരുന്നത്, ഇപ്പോൾ മുകളിലായി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പൊളാരിറ്റി അതിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഒന്ന് വരയ്ക്കാൻ നോക്കി നോക്കും. ഓക്കെ, അപ്പോൾ അതാണ് നോൺ ഇൻവേർട്ടിംഗ് ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഏരിയയിൽ നിന്ന് എസ്സേ ക്വസ്റ്റനായിട്ട് ചോദിച്ചിട്ടുള്ളത് ഡിഫൈൻ സ്ലീവ് റേറ്റ്, CMRR, ഓഫ്സെറ്റ് വോൾട്ടേജ് ആൻഡ് ഓഫ്സെറ്റ് കറണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 4 പാരാമീറ്റേഴ്സ്. അതിൽ 2 പാരാമീറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ലീവ് റേറ്റും CMRR. ബാക്കി 2 ആക്ച്വലി നമ്മൾ പറഞ്ഞതാണ്, ജസ്റ്റ് പറഞ്ഞു വിട്ടതാണ്. സ്ലീവ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓപ്പാമ്പിൻ്റെ ഇൻപുട്ടിൽ നമ്മളൊരു സിഗ്നൽ കൊടുക്കുക വിചാരിക്കുക, പ്ലസ് മൈനസ്. ഇത് ഞാൻ തൽക്കാലം ഗ്രൗണ്ട് ചെയ്തിട്ടാണ്. ഇവിടെ ഞാനൊരു ഇൻപുട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഇപ്പോൾ ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെന്നൊക്കെ വിചാരിക്കുക. ഇതൊരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇവിടെ റെസിസ്റ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും.
അപ്പോൾ ഇൻപുട്ടിൽ നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുമ്പോൾ എത്ര നേരം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഓക്കെ, മനസ്സിലായോ? അതായത് ഇൻപുട്ടിൽ ഒരു ചേഞ്ച് ഉണ്ടാവുമ്പോൾ ഹൗ ലോങ് ദ സർക്യൂട്ട് വിൽ ടേക്ക് ടു make a change at the output. That is the concept of slew rate. Slew rate shows the rate of change of output with respect to input. It shows the fastness of an op-amp. Op-ampൻ്റെ ഫാസ്റ്റ്നെസ് ആണ് കാണിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഐഡിയലി പറയുന്ന സമയത്ത് ഇറ്റ് വിൽ ഹാവ് ഇൻഫിനിറ്റ് സ്ലൂ റേറ്റ്. അതായത് വിത്തിൻ നോ ടൈം, ഔട്ട്പുട്ട് നോ ടൈമിലാണ്. അതായത് നമ്മൾ നോർമലി പറയണത് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്നുള്ളതാണ് നമ്മൾ നോർമലി പറയുക. ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം. അതായത് ഇൻപുട്ടിൽ ചേഞ്ച് ചെയ്യുന്നത് എത്ര ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും വി വിൽ ഗെറ്റ് എ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ചേഞ്ച്. അതായത് ഡെൽറ്റ ടിയുടെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ നോർമലി വി വിൽ സേ ദാറ്റ് ഐഡിയലി സ്ലൂ റേറ്റ് വിൽ ഹാവ് ഇൻഫിനിറ്റ് വാല്യൂ. സോ അതിൻ്റെ യൂണിറ്റ് എന്നുള്ളത് വി ബൈ മൈക്രോ സെക്കൻഡ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആണ്. അപ്പോൾ സ്ലൂ റേറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട് ചേഞ്ച്. ഇനി അടുത്ത CMRR ആണ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. ഇറ്റ് ഈസ് ആക്ച്വലി ഇക്വേഷനായിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ക്യാൻ ബി റിട്ടൺ ആസ് CMRR is equal to differential mode gain divided by common mode gain എന്ന് പറയും നമ്മൾ. ഇത് ആക്ച്വലി ഒരു സിഗ്നൽ നമ്മൾ ഡിഫറെൻറ്റ് സിഗ്നൽസ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗെയിൻ എത്ര കിട്ടും, ദാറ്റ് ഇസ് എ മാക്സിമം ഗെയിൻ. ഇനി കോമൺ ആയിട്ട് രണ്ട് സിഗ്നലിലും കോമൺ ആയിട്ടൊരു സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടിൽ 0 ആണ് കിട്ടേണ്ടത്, പക്ഷേ പ്രാക്ടിക്കലി ഒരു ചെറിയ വോൾട്ടേജ് എങ്കിലും കിട്ടും. സോ ഇതിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ CMRR എന്ന് പറഞ്ഞത്. അപ്പോൾ ഐഡിയലി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടും. ഫോർ എക്സാമ്പിൾ ഒരു എക്സ് കിട്ടുമെന്ന് വിചാരിക്കുക. കോമൺ മോഡ് ഗെയിൻ എന്തായാലും എപ്പോഴും 0 ആണ്. സോ ദാറ്റ് മീൻസ് CMRRൻ്റെ ഐഡിയൽ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. പക്ഷേ പ്രാക്ടിക്കലി ഇതൊരു ചെറിയ വാല്യൂ ഉണ്ടായിരിക്കും, അതായത് വളരെ ഫീബിളായിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലുള്ള വാല്യൂ എന്ത് തന്നെയായാലും വി വിൽ ഗെറ്റ് എ ഹൈ വാല്യൂ ഫോർ CMRR. അപ്പോൾ നമ്മുടെ 741ൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ CMRRൻ്റെ വാല്യൂ അറൗണ്ട് 90 dB ആണ് വരുന്നത്. DBയിലാണ് നമ്മളിത് പറയുക. അതായത് 20 log AD ഡിവൈഡ് ബൈ AC ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ പറയുക. ദാറ്റ് ഈസ് ഇൻ dB. ഓക്കെ, ഇനിയോ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ഇൻപുട്ടും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ ശരിക്കും നമുക്ക് ഒരു സിഗ്നലും വരാൻ പാടില്ല. നമ്മൾ ഇൻപുട്ടിലൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ 0 ആണ് വരേണ്ടത്. പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ ഈ പുറമേ നിന്നുള്ള വോൾട്ടേജൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ വോൾട്ടേജ് ഉണ്ടായിരിക്കും. ആ വോൾട്ടേജിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതിന് അക്രോസ് ഒരു ഓപ്പോസിറ്റ് വോൾട്ടേജ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് വോൾട്ടേജ് ആണെങ്കിൽ ഇതിന് അക്രോസ് ഒരു മൈനസ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഡിമിനിഷ് ചെയ്ത് പോകും. സോ input offset voltage is that particular voltage we have to apply at the input terminal so as to nullify the offset voltage. ഇനി ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട്സ് ബിറ്റ്വീൻ ദ ടു ടെർമിനൽ. രണ്ട് ടെർമിനലിലും ചെറിയ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. ഐഡിയലി ദർ വിൽ നോട്ട് ബി എനി കറണ്ട്, ബട്ട് പ്രാക്ടിക്കലി ദർ വിൽ ബി എ വെരി സ്മോൾ current, leakage current, and the difference between these two currents is known as the input offset current. Okay, അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഷ്മിറ്റ് ട്രിഗറിൻ്റെ കേസും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നോൺ ഇൻവേർട്ടിംഗ് ഷ്മിറ്റ് ട്രിഗർ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതൊരു സർക്യൂട്ട് ഡിഫറൻസ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് വന്നിട്ടുണ്ട്. അതിന് കാൽക്കുലേറ്റ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തോന്നിയിട്ടുണ്ട്. ഞാനിത് സോൾവ് ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഈ VA എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ VA എന്ന് പറഞ്ഞിട്ടൊരു ടെർമിനൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ VA എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ് കേട്ടോ. നമ്മൾ VA എന്ന് പറയുന്നത്, VAയിലെ വോൾട്ടേജ് നമ്മളെങ്ങനെ കാണുക, ഒരു വോൾട്ടേജ് ഡിവിഷൻ റൂൾ. V2 ഉണ്ടെങ്കിൽ V2 × RG ഡിവൈഡ് ബൈ R2 + RG, അതാണ് VAയുടെ ഇക്വേഷൻ. ഇനി ഇവിടുത്തെ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും, കാരണം ഇവിടെ ഒരു കോമൺ പോയിൻ്റ് ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ V1 - VA, ഈ ഇവിടുത്തെ വോൾട്ടേജ് എത്ര തന്നെയാണോ അത് തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ V1 - VA ഡിവൈഡ് ബൈ R1 വിൽ ബി ഈക്വൽ ടു VA - Vout ഡിവൈഡ് ബൈ RF. ഇത് ജനറൽ ഇക്വേഷനാണ് കേട്ടോ. ഇത് ജനറലായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഇക്വേഷനാണ്. ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ Voutൻ്റെ ഇക്വേഷൻ എഴുതണം. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്തൊരു VAയുടെ ടേം ഉണ്ടാവും. ഈ VAയുടെ ടേമിൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുള്ള VA സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
സോ വി വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ ഫോർ വി ഔട്ട്. ഇതിനകത്ത് V1 ഉം V2 തന്നിട്ടില്ല, നമുക്ക് പകരം R1 R2 RG RF ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ V1 V2 ഇൻറ്റു ഒരു വാല്യൂ മൈനസ് V1 ഇൻറ്റു വേറൊരു വാല്യൂ എന്നാവും നമുക്ക് കിട്ടുക. സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമ്മുടെ മോഡ്യൂൾ 5 ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ മോഡ്യൂൾ 6 ഇനി ഫിൽറ്റേഴ്സാണ്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.